ഒരു 27-ാം രാവിന് ദുആ മജ്‌ലിസെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദെ, ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് അല്ലാഹു തആല പുറത്ത് തരൂലേ എന്ന് ചോദിച്ച്. അദ്ദേഹത്തിൻ്റെ ബേജാറും കണ്ണീരും കണ്ടപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞുപോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് പശ്ചാത്താപം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റബ്ബിനോട് പൊറുക്കലിനെ തേടാം. അതിനൊക്കെ തന്നെയാണ് ഈ റമദാൻ മാസവും 27-ാം രാവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയും ഇങ്ങനെ ബറാഅത്തും തുടങ്ങി ഒരുപാട് പാപമോചനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളാണിതെല്ലാം. അത് ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിശൂന്യരാവുന്നത്. തെറ്റുകൾ മനുഷ്യരാണ്, പറ്റിപ്പോകും. അത് ഒഴിവാക്കാനുള്ള, ആ പാപം കഴുകിക്കളയാനുള്ള വഴികളാണ് അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ നമുക്ക് അല്ലാഹു തആല തരുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോകും. അല്ലാഹു തആല ശിക്ഷിക്കാൻ വേണ്ടി അത് മാറ്റിവെക്കൂല. നിങ്ങൾക്ക് പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിനോടൊന്ന് തൗബ ചെയ്ത് മടങ്ങിക്കാണി. ഈ റമദാനിൽ തന്നെ, ഇപ്പോൾ തന്നെ അത് അല്ലാഹു തആല സ്വീകരിച്ചോളും. ഒരു ബേജാറും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനെ തുടർന്നുള്ള സുബ്ഹ്ക്ക് ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ ആ ജനങ്ങളോട് മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് വളരെ മോശമായിട്ടാണ് ജീവിച്ചിരുന്നത്. സകല തെറ്റുകളും തിന്മകളും അദ്ദേഹം ചെയ്തു പോയിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ നാമം എഴുതിയ ഒരു തോൽ കഷ്ണം അല്ലെങ്കിൽ ഒരു കടലാസ് അദ്ദേഹത്തിന് കിട്ടി. അത് കിട്ടിയപ്പോൾ അല്ലാഹുവിൻ്റെ നാമം എഴുതിയ ആ കടലാസ് കഷ്ണത്തിൽ അല്ലെങ്കിൽ തോൽ കഷ്ണത്തിൽ ആളുകൾ ചവിട്ടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അതെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ യജമാനനായ അല്ലാഹുവേ, നിൻ്റെ നാമമാണല്ലോ ഈ ചളിയിൽ ചവിട്ടി മെതിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് അതെടുത്ത് കഴുകി അതിന്മേൽ സുഗന്ധം പൂശി അതൊരു മതിലിൻ്റെ വിടവിൽ വെച്ചു. അല്ലാഹു എന്ന ഒരു നാമത്തെ, അല്ലാഹുവിൻ്റെ നാമത്തിനോടുള്ളൊരു ബഹുമാനം മനസ്സിൻ്റെ അരുവിലെവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക്. അത് ആ യജമാനായ അള്ളാഹുവിനോടാണ് അദ്ദേഹം പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നതും. പക്ഷേ ആ നാമത്തോടുള്ളൊരു ബഹുമാനം മനസ്സിൻ്റെ ഏതോ ഒരു അരുവിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതിവിടെ സടകുടഞ്ഞ് എഴുന്നേറ്റു. അതെടുത്തിട്ട് അദ്ദേഹം ഉയർത്തി, അത് ആ ചളിയെല്ലാം ഒഴിവാക്കി സുഗന്ധം പൂശി എടുത്തു വെച്ച കാരണത്താൽ അദ്ദേഹത്തിന് പിന്നീട് വലിയ വലിയ മാനസിക മാറ്റങ്ങൾ ഉണ്ടാവുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന ഒരു ചിന്ത, ഒരു റുഷ്ദ് അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ മനസ്സിലിട്ട് കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം വളരെയധികം അള്ളാഹുവിലേക്ക് അടുക്കുകയും സകലമാന പാപങ്ങളെ തൊട്ടും തൗബ ചെയ്യുകയും അവസാനം അടുത്തടുത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ നേതാക്കളിൽ വരെ പെട്ടുപോയി. ഇന്നും ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്മിനീങ്ങളുടെ മനസ്സിൽ സജീവമായി നിലകൊള്ളുന്ന നാമമാണ്. അപ്പോൾ നാം എത്ര മോശക്കാരായിരുന്നെങ്കിലും ഒരു സെക്കൻഡ് മതി നമുക്ക് നന്നാവാൻ. നിങ്ങളൊന്ന് നന്നാവാൻ തീരുമാനിക്കൂ, എങ്കിൽ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പൊറുക്കപ്പെടും. നിങ്ങൾക്ക് അല്ലാഹു തആല റുഷ്ദിനെ, അവൻ്റെ സന്മാർഗത്തെ നിങ്ങൾക്ക് തോന്നിപ്പിച്ചു തരും. നിങ്ങൾ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എല്ലാ പാപങ്ങളും കഴുകി നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. അതിന് അള്ളാഹുവിനോട് ഒരു ബഹുമാനമുള്ള മനസ്സ് ഉണ്ടായാൽ മതി. എൻ്റെ യജമാനായ അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് ഈ ദുനിയാവ് ഞാൻ മരിച്ചു പോകുന്നത് നല്ലതല്ല എന്ന ഒരു ഭയവും ഒരു ബേജാറും ഒരു ചിന്തയും നമുക്കുണ്ടായാൽ മതി. അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്ന ഭയം മനസ്സിലുണ്ടാകുന്നതോടൊപ്പം അള്ളാഹു എനിക്ക് മാപ്പ് തരും, എന്നെ സ്വർഗത്തിലാക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയും മനസ്സിൽ വെച്ച് പുലർത്തുക. അള്ളാഹു തആല നമ്മളെ
എല്ലാവരെയും നന്നാക്കട്ടെ. തെറ്റുകളൊക്കെ ചെയ്തു പോയെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ.